മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിവ്യയും ക്രിസ് വേണുഗോപാലും ഒരുമിച്ചതിന് ശേഷം ഒരുപാട് വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇവരുടെ ഓരോ വാർത്തകളും പ്രേക്ഷകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ താഴെയുള്ള ക്രിസിനോട് എനിക്ക് ചെറിയ ഭയമായിരുന്നു എന്ന് ദിവ്യ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ദിവ്യ അത് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട്, അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദിവ്യയും ക്രിസും പ്രേക്ഷകരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നവരാണ്. ഇപ്പോൾ എല്ലാം തുറന്നു പറയുന്നവരാണ് എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവർ തമ്മിലുള്ള സ്നേഹവും. ക്രിസിനോട് ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരവും സൗണ്ടും ഈ താടിയുമൊക്കെയായിരുന്നു എനിക്ക് പേടി വരാനുള്ള ആദ്യ കാരണം. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ താടിക്കുള്ളിലെ ശരിക്കുമുള്ള സ്വഭാവം വളരെ പാവമാണ് എന്ന്. അപ്പോൾ എനിക്ക് ഒരു പേടിയുമില്ലായിരുന്നു. ഞാൻ വളരെയധികം നന്നായി സംസാരിക്കാൻ തുടങ്ങി. അത് എനിക്ക് പോലും വളരെയധികം മാറ്റമായി തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണതെന്ന് ഞാൻ എവിടെയും പറയും. അത്രമാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദിവ്യയും ക്രിസും ഒരുമിച്ചെത്തിയിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്ന് തന്നെ പറയുന്നു. ക്രിസിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുമ്പോൾ തന്നെ ക്രിസും ദിവ്യയും തമ്മിലുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ചോദിക്കാനുള്ളത്. എന്തുമാത്രം സ്നേഹമാണ് ഇവർ തമ്മിൽ, അതെത്ര കണ്ടാലും മതി വരില്ലല്ലോ. രണ്ടുപേരുമുള്ള സ്നേഹം ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ പോലും എത്തുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ കുറച്ചുനാൾ മാത്രമേ ആ ഭയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാണുന്തോറും എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ക്രിസിനോടുള്ള സ്നേഹം തന്നെയാണ് ദിവ്യ ഇതിലൂടെ പറയുന്നത്. താടിയുള്ള ക്രിസ് ശരിക്കും പാപമാണെന്നാണ് ദിവ്യ പറയുന്നത്. ക്രിസ് ഒളിവിൽ പോകേണ്ട സമയമായെന്ന് പ്രേക്ഷകർ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം വളർത്തിയതല്ല ഈ താടി എന്നാണ് ക്രിസ് പറയുന്നത്. ആദ്യം ഒരു സീരിയലിൽ അഭിനയിച്ചു, അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഇത് വളർത്തി. അങ്ങനെ അടുത്ത സീരിയൽ ലഭിച്ചു, അതിനും ഈ താടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കും വളർത്തി. അവസാനം ഇതൊരു ഫാഷനായി മാറി. ഇങ്ങനെ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപക്ഷെ ഇത് വെട്ടിയാൽ ആളുകൾ തിരിച്ചറിയില്ലേ എന്ന് പോലും ഭയപ്പെട്ടിട്ടുണ്ട്. ആളുകൾ ഈ താടി കണ്ടാണ് ഓടി വരുന്നത്. പത്തരമാറ്റൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അത്രയും അധികം ഈ താടി എല്ലാവരുടെ ഇടയിലും പ്രശസ്തമായി മാറി. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളായി മാറി. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയാം. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി നിരവധി പേരാണ് ഇതിന് ശ്രമിക്കുന്നത്. ഇപ്പോൾ ദിവ്യയുടെയും അതുപോലെ ക്രിസിന്റെയും വാർത്തകൾ വൈറലാവുകയും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.